സൽക്കാരങ്ങൾ ഉണ്ടാകും, പലയിടത്തേക്കും ഇൻവിറ്റേഷൻ ഉണ്ടാകും, ക്ഷണങ്ങൾ ഉണ്ടാകും. ഞങ്ങളെ നാട്ടിലൊക്കെ മംഗലാപുരത്ത് ദാവത്ത് ദാവത്ത് എന്നതിന് പറയാം. ദാവത്ത് എന്ന് പറഞ്ഞ ദഅവത്ത്, കല്യാണത്തിനും ദാവത്ത് എന്ന് പറയും, വേറെ എന്തിനും ദ്വാരിപ്പിക്കണതിനും ദാവത്ത് എന്ന് പറയും. ഒരാൾ ക്ഷണിച്ചു എന്ന് അതിന്റെ അർത്ഥം. അത് ദഅവത്ത് എന്ന് പോകുന്നതാണ് ഈ ദാവത്ത്. അങ്ങനെ ഒരുപാട് ക്ഷണം പലയിടത്തേക്കും ഉണ്ടാകും. അപ്പൊ വീട്ടില് കാലണ്ടർ കാണും. ആ കാലണ്ടറിൽ എല്ലാ തീയതി ഇങ്ങനെ അവിടെ കുറിച്ച് വെച്ചിട്ടുണ്ടാവും. കല്യാണം ഇന്ന തീയതി, ഇന്ന സ്ഥലത്ത് ഇന്ന ആളുടെ മോളെ കല്യാണാണ്, മകന്റെ കല്യാണാണ് എന്നൊക്കെ ഇങ്ങനെ തീയതി കുറിച്ച് വെച്ചിട്ടുണ്ടാവും. എന്താ കാരണം? കാരണം നമ്മൾ ആ കല്യാണത്തിന് പോയി കൂടണം എന്ന ആവേശമാണ്. ക്ഷണിച്ചല്ലോ, പോവാതിരിക്കാൻ പറ്റൂല, അതിങ്ങനെ കുറിച്ചു വെക്കും. ഏറ്റവും വലിയ ക്ഷണം അത് എവിടേക്കുള്ള ക്ഷണമാണ്? അതാണ് ബാങ്ക് വിളി കേട്ടാൽ പിന്നീട് ദുആ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലൽ സുന്നത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്ക് വിളി കേട്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലൽ സുന്നത്താണ്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ദുആ ചെയ്യാ. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ. ആ ദുആയിൽ എന്താണ് പറയുന്നത്? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ. എങ്ങനെയുള്ള റബ്ബാണ്? അല്ലാഹുവാണ്. ആ റബ്ബ് റബ്ബ ഹാദിഹി ദഅവതി താമ്മ, ഈ പരിപൂർണമായ അതേ ക്ഷണത്തിന്റെ റബ്ബാണ്. ഈ ക്ഷണം ക്ഷണിച്ചവൻ ആരാണ്? യഥാർത്ഥത്തിൽ അല്ലാഹു തആലയാണ്. ആ ദഅവത്തിന്റെ ക്ഷണത്തിന്റെ ഇൻവിറ്റേഷന്റെ റബ്ബാരാണ്? യജമാനനായ അല്ലാഹുവാണ്. ആ ക്ഷണമോ അതൊരു സാധാരണ ക്ഷണമല്ല. റബ്ബ ഹാദിഹി ദഅവതി താമ്മ. ആ ദുആയുടെ തുടക്കം അങ്ങനെയാണ്, പരിപൂർണമായ ക്ഷണമാണ്. ആ ക്ഷണം തട്ടിക്കളയാൻ കഴിയില്ല. ആ ക്ഷണം കേട്ട് പോകാതിരിക്കാൻ കഴിയില്ല. എന്തിനാണ് കല്യാണത്തിന് ക്ഷണിച്ചപ്പോൾ പോകുന്നത്? എന്തിനാണ്? ചെറുപ്പക്കാരെ, പോയില്ലെങ്കിൽ ക്ഷണിച്ചയാൾക്ക് വിഷമമുണ്ടാകും, അയാൾക്ക് സങ്കടമുണ്ടാകും. അങ്ങനെയല്ലേ? പിന്നെ അയാളെ മുഖം കണ്ടാൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അങ്ങനെയല്ലേ? അങ്ങനെയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ നമുക്കൊരു വിഷമം തോന്നേണ്ടത് ആര് ക്ഷണിച്ചിട്ട് പോകാതിരിക്കുമ്പോഴാണ്. എന്നെ പടച്ച എന്റെ റബ്ബ്, ആ സൃഷ്ടാവായ റബ്ബ് വിളിച്ചിട്ട് ഞാൻ പോകാതിരുന്നാൽ ആ റബ്ബിനെ ഞാൻ എങ്ങനെയാണ് കണ്ടുമുട്ടുന്നത് എങ്ങനെയാണ്? കാരണം ആ റബ്ബല്ലേ ഈ വാങ്ക് വിളിച്ചാൽ യഥാർത്ഥത്തിൽ ആ വിളി ആരിൽ നിന്നുണ്ടായതാണ്? സൃഷ്ടാവായ അല്ലാഹുവിൽ നിന്നുണ്ടായതാണ്. ആ വിളിയാണ് പരിപൂർണമായ വിളി. ആ വിളിയുടെ റബ്ബാണ് സൃഷ്ടാവായ അല്ലാഹു തആല. ആ വിളി കേട്ട് പോകാതിരുന്നാലോ, ഓ ചെറുപ്പക്കാരെ, എവിടെ കളിക്കുകയാണെങ്കിലും എവിടെ കളി കാണുകയാണെങ്കിലും, നാളൊരാൾ പറഞ്ഞു ഇപ്പൊ കളിയൊക്കെ രാത്രിയാണ്, കളി നടക്കുന്നത് രാത്രിയാണ്. എനിക്കതറിയില്ല കേട്ടോ, ഞാൻ ആ കളി കണ്ടിട്ടുമില്ല, എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ ഒരാൾ എന്നോട് പറഞ്ഞതാണ്, അതാ രാത്രിയാണ്, ഒന്ന് 1:30 മണിക്കാണ്, പിന്നെ ഒന്ന് 3:30 മണിക്കാണ്. ഇനിയിപ്പോ ആ പറയുന്ന ടൈമിങ്സ് ഫിക്സഡ്, അങ്ങോട്ടും ഇങ്ങോട്ടായതിന്റെ പേരിൽ നിങ്ങളൊന്നും പ്രശ്നമാക്കേണ്ടതില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, എന്നാൽ ആ കളി കണ്ടതിന്റെ പേരിലോ, അതെ ആ കളി കാണുന്നു, ശരിയാണ്, ആ കളി കണ്ടതിന്റെ പേരിൽ എന്റെ സുബഹി നിസ്കാരം ഖളായി പോകരുത്. കളിക്കാൻ പോയതിന്റെ പേരിൽ എന്റെ സുബഹി നിസ്കാരം ഖളായി പോകരുത്. കാരണം എല്ലാ ക്ഷണത്തെക്കാളും വിളിയേക്കാളും പരിപൂർണമായ വിളിയുണ്ടല്ലോ ചെറുപ്പക്കാരെ, അത് റബ്ബ ഹാദിഹി ദഅവതി താമ്മ.
പരിപൂർണമായ വിളി. ആ വിളി വരുന്നതാണ് അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയിൽ നിന്ന് വരുമ്പോൾ അതിന് നമ്മൾ വില കൽപ്പിക്കാതെ മറ്റുള്ളതിന് മാത്രം വില കൽപ്പിച്ച് നടക്കുന്നവരാകരുത്. മറ്റുള്ളതിന് വില കൊടുത്താലും അതിനേക്കാളൊക്കെ മഹത്വം നൽകേണ്ടുന്നത് ഈ വിളിക്കാണ്. കാരണം ഇതാണ് പരിപൂർണമായ വിളി. അതുകൊണ്ട് കളി കണ്ടതുകൊണ്ട് എന്റെ സുബഹി നിസ്കാരം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, ഇത് സുബഹി ഖളാകാൻ പാടില്ല. ഞാനിപ്പോ ഈ അടുത്ത് നമ്മളെ ദർസിൽ പഠിക്കുന്ന മുത്താലിമുകളോടൊക്കെ പറഞ്ഞു. എന്ത് പറഞ്ഞു? നമ്മൾ ഓരോ നിസ്കാരത്തിന്റെ സമയം കുറെ അത് ഖളാ ആകാൻ കുറെ സമയമുണ്ടല്ലോ. ഇപ്പൊ ളുഹുർ നിസ്കാരത്തിന്റെ സമയം അത് അസറോട് കൂടെയാണ് ഖളാ ആകണത്. അസർ മഗ്രിബോട് കൂടെ, മഗ്രിബ് പ്രബലാഭിനനുസരിച്ച് ഇശാവോട് കൂടെ, ഇശാ സുബഹി വരെ. അപ്പൊ മഹല്ലി ഇങ്ങനെ ഓതി കൊടുക്കുന്ന സമയത്ത് അതിന്റെ വക്തുകൾ ഇങ്ങനെ മഹല്ലൊക്കെ അസഹും സ്വഹിയും അൽഹറും മഷൂറും ഒക്കെ ഇങ്ങനെ പറയുമല്ലോ, കൗലും മുഖറജും മദ്ഹബും മറ്റൊക്കെ ഇങ്ങനെ പറയുമ്പോ അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, എവിടെങ്കിലും ഒരു കൗല് സുബഹി നിസ്കാരം ളുഹുർ വരെ ഉണ്ട് എന്നൊരു കൗല് എവിടെങ്കിലും ഒന്ന് കണ്ടാൽ ഒന്ന് എനിക്ക് കാണിച്ചു തരണോന്ന് ഞാൻ പറഞ്ഞു. അല്ല, ഒരു കൗല് എന്നാലെ കണ്ട കീലയും കണ്ട കൗലും അതിന്റെ ബാക്കിൽ പോകേണ്ടവരല്ല നമ്മൾ. അത് വിഷയം വേറെയാണ്. അപ്പൊ കുട്ടികളങ്ങ് പരതട്ടെ, എന്നാലും അത് വലിയ താല്പര്യമുള്ള വിഷയമായിരിക്കുമല്ലോ ആർക്കും എന്ന് കരുതിയിട്ട് ഒന്ന് അന്വേഷണ ത്വരണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരോടൊന്ന് പറഞ്ഞു, അങ്ങനെ ഒരു കൗല് ഒന്ന് കണ്ടുപിടിച്ച നല്ല സമ്മാനം തരുമെന്നും പറഞ്ഞു. പിന്നെ കുറച്ചു ദിവസം സമയം കൊടുത്തു. പിന്നെ വന്നിട്ട് പറഞ്ഞു, ഇല്ല അങ്ങനെ ഒരു കൗല് അവിടെ കാണുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് കണ്ടില്ല, നമ്മളിപ്പോ കളി കാണുന്നു, കളിക്കുന്നു, എന്നാലും അതിനേക്കാളൊക്കെ മഹത്വം നൽകേണ്ടത് ഈ വിളിക്കാണ്. ഇത് ആരുടെ വിളിയാണ്? അള്ളാഹുവിന്റെ വിളിയാണ്. അതാണ് പരിപൂർണമായ വിളി. അത് കണ്ടതുകൊണ്ട് സുബഹി നിസ്കാരം ഖളായി പോകാൻ പാടില്ല. അത് ഖളാ ആയാൽ നീ കണ്ട കളി തെറ്റായ കാണലാണത്. നീ ആ കളിയെ സ്നേഹിച്ചത് തെറ്റായ സ്നേഹമാണത്. കാരണം അതുകൊണ്ട് നിന്റെ നിസ്കാരം ഖളായി പോയി. നിനക്ക് അതിനേക്കാൾ വലുത് നിസ്കാരമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അവിടെ ദുആ ചെയ്യുന്നത് അങ്ങനെയാണ്.